നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ്. മണ്ഡലം തിരിച്ചുള്ള കണക്കിൽ കൂടുതൽ പോളിംഗ് നടന്നത് ഒല്ലൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് വിജയകരമാക്കാൻ സഹായിച്ചവർക്ക് നന്ദിയുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കൂട്ടായ പ്രവർത്തനമാണ് ഉയർന്ന പോളിംഗ് ശതമാനത്തിന് കാരണമെന്നും ജില്ലാ കളക്ടർ. ഇരിങ്ങാലക്കുടയിൽ ബിജെപിയുടെ പ്രാദേശിക നേതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ കേസിലെ പ്രതി അറസ്റ്റിൽ. നടവരമ്പ് ഡോക്ടർ പടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ സലോഷാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ്. മണ്ഡലം തിരിച്ചുള്ള കണക്കിൽ കൂടുതൽ പോളിംഗ് നടന്നത് ഒല്ലൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് സമാപിച്ച രാത്രി 9:15 വരെ 77.10% പോളിംഗാണ് പൂർത്തിയായത്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ഒല്ലൂർ, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളിലാണ്. വടക്കാഞ്ചേരിയിൽ 79.61%, ഒല്ലൂർ മണ്ഡലത്തിൽ 79.60% പോളിംഗും രേഖപ്പെടുത്തി. മറ്റ് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്: പുതുക്കാട് 78.98%, ചേലക്കര നിയോജക മണ്ഡലത്തിൽ 78.89%, കൊടുങ്ങല്ലൂർ 77.57%, കുന്നംകുളത്ത് 77.13%, കയ്പമംഗലം 77.07%, ഇരിങ്ങാലക്കുട 76.86%, നാട്ടിക 76.38%, മണലൂർ 75.89%, തൃശൂർ 75.70%, ചാലക്കുടി മണ്ഡലത്തിൽ 75.55%, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ 73.31% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് വിജയകരമാക്കാൻ സഹായിച്ചവർക്ക് നന്ദിയുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കൂട്ടായ പ്രവർത്തനമാണ് ഉയർന്ന പോളിംഗ് ശതമാനത്തിന് കാരണമെന്നും ജില്ലാ കളക്ടർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് ജില്ലാ വരണാധികാരി കൂടിയായ കലക്ടർ വോട്ടെടുപ്പ് പ്രക്രിയയിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി പറഞ്ഞത്. മഹത്തായ ജനാധിപത്യ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ പ്രവർത്തിച്ച എല്ലാവർക്കും ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. റിട്ടേണിംഗ് ഓഫീസർമാർ, പോളിംഗ് ഒഫീഷ്യൽസ് മുതൽ കളക്ടറേറ്റിലെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ആൻഡ് ഇലക്ഷൻ ടീം, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, അസിസ്റ്റന്റ് കളക്ടർ, ജില്ലാ സ്വീപ് ടീം ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗം ഉദ്യോഗസ്ഥരെയും കളക്ടർ അഭിനന്ദിച്ചു. കൂടാതെ മീഡിയ സെൽ, പോലീസ്, സോഷ്യൽ ജസ്റ്റിസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വിഭാഗം, മാധ്യമപ്രവർത്തകർ, കേന്ദ്രസേനാ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർക്കൊപ്പം പൊതുജനങ്ങളെയും കളക്ടർ പ്രശംസിച്ചു. വോട്ടെണ്ണലിനായുള്ള അടുത്ത ഘട്ടത്തിലും ഇതേ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്നും ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. ഇരിങ്ങാലക്കുടയിൽ ബിജെപിയുടെ പ്രാദേശിക നേതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ കേസിലെ പ്രതി അറസ്റ്റിൽ. നടവരമ്പ് ഡോക്ടർ പടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ സലോഷാണ് അറസ്റ്റിലായത്. നടവരമ്പ് കോലോത്തുംപടി സ്വദേശി കളത്തേരി വീട്ടിൽ സുരേഷിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇരിങ്ങാലക്കുട ഐക്കരക്കുന്നിൽ വോട്ടെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഐക്കരക്കുത്ത് റേഷൻ കടയ്ക്ക് സമീപത്ത് വെച്ച സുരേഷിനെ പ്രതി കൈയിൽ കരുതിയ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള സലോഷ്. 2024-2025 വർഷങ്ങളിൽ കാപ്പ നിയമപ്രകാരം 6 മാസം നാടുകടത്തൽ ശിക്ഷയ്ക്ക് വിധേയനായിട്ടുണ്ട്. ഈ വർഷം കാപ്പ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കാനുള്ള നടപടിക്കിടയിലാണ് പുതിയ അക്രമ സംഭവം ഉണ്ടാകുന്നത്. ഇരിങ്ങാലക്കുട കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 5 വധശ്രമം, 2 അടിപിടി, കഞ്ചാവ് ഉപയോഗിക്കൽ തുടങ്ങി 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സലോഷ്. ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. യാത്രക്കാരുടെ കൂട്ടായ്മയായ യാത്ര സംഘടിപ്പിക്കുന്ന ത്രിദിന യാത്ര യാത്രികം പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കം. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം. ത്രിദിന യാത്രാ മൊബൈൽ ഫോട്ടോ പ്രദർശനവും മത്സരവും യാത്രിക സംഗമവുമാണ് പരിപാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. ആകാശവാണി പ്രോഗ്രാം അനൗൺസർ YS പൗർണമി പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു.
ആകാശവാണി പോലുള്ളൊരു മാധ്യമം മാഷ് പറഞ്ഞതുപോലെ പണ്ട് ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് മത്സരമുണ്ടായിരുന്നില്ല. ഇന്ന് മത്സരം ഏറെയുണ്ട്. കോവിഡാനന്തര കാലത്ത് ഒരുപക്ഷെ ആളുകൾ ഏറ്റവും കൂടുതൽ അഭിനമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ യാത്രയിലാണ് എന്ന് നമുക്ക് പറയാം. അത്ര കണ്ട് യാത്രാ സംഘങ്ങളും യാത്രാ റെയിലുകളും ഒക്കെയുള്ള കാലമാണ്. പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ. അതുപോലെ തന്നെ ഓരോ യാത്രയും ഒരു ഫ്രെയിമെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ നൽകാതെ പോകുക. ആ മനോഹര ഫ്രെയിമുകൾ ഇവിടെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് കാണുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുന്നു. സംഘാടക സമിതി ചെയർമാൻ കെ വിജയരാഘവൻ അധ്യക്ഷനായി. കോർഡിനേറ്റർ രാജൻ തലൂർ ആമുഖ പ്രഭാഷണം നടത്തി. യാത്രയ്ക്കൊപ്പം കൂടുതൽ യാത്രകൾ ചെയ്ത സലിം ടി മാത്യൂസ്, ടി എ തങ്കം, കെ പി സുമ എന്നീ യാത്രികരെ ചടങ്ങിൽ ആദരിച്ചു. ജഷിൽ പാലത്തിങ്കൽ, ബിന്ദു വാലിപ്പറമ്പിൽ, ലില്ലി തോമസ്, കെ വി രാമകൃഷ്ണൻ, എം ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 168 യാത്രികരുടെ 400ഓളം യാത്രാചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 നടക്കുന്ന സമാപന സമ്മേളനം നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. നടൻ സുനിൽ സുഗത സമ്മാനദാനം നിർവഹിക്കും. യാത്രികം പ്രദർശനത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. 2 വിഭാഗങ്ങളായാണ് പ്രദർശനം നടക്കുക. യാത്രാ ജനറൽ വിഭാഗത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. യാത്രാ ജനറൽ വിഭാഗത്തിലെ ഫോട്ടോകളിൽ ആദ്യ 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 രൂപ വീതം ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകും. യാത്രയുടെ യാത്രാ വിഭാഗമായ യാത്രാ പദത്തിലാണ് മറ്റൊരു മത്സരം. യാത്രാ പദത്തിലെ ഫോട്ടോകൾക്ക് ആദ്യ 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ വീതം ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും സമ്മാനിക്കും. യാത്രികത്തിന്റെ അടുത്ത വർഷത്തെ പ്രദർശനം മുതൽ മികച്ച യാത്രാവിവരണ ഗ്രന്ഥത്തിന് ക്യാഷ് അവാർഡ് നൽകുമെന്ന് യാത്രാ കോർഡിനേറ്റർ രാജൻ തലൂർ അറിയിച്ചു. സൗജന്യ അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പുമായി JBV ഫുട്ബോൾ അക്കാദമി. മാപ്രാണം കിക്ക്ഷാക് ടർഫ് കോർട്ടിലാണ് പരിശീലന ക്യാമ്പ് നടക്കുന്നത്. ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി JBV ഫുട്ബോൾ അക്കാദമി നടത്തിവരുന്നതാണ് സൗജന്യ അവധിക്കാല ഫുട്ബോൾ പരിശീലനം. സ്കൂൾ അവധി തുടങ്ങി 2 മാസക്കാലമാണ് ക്യാമ്പ് നടക്കുക. 5 വയസ്സ് മുതൽ +2 വരെയുള്ള 128 വിദ്യാർത്ഥികൾക്കാണ് ഫുട്ബോൾ ക്യാമ്പിൽ പരിശീലനം നൽകുന്നത്. ആവണങ്ങാട്ടിൽ കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ കളിക്കാരായിട്ട് മാറിയിട്ടുള്ള കുട്ടികളെ ഏറ്റവും ഉയരങ്ങളിലേക്ക് പോയതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഇല്ലേ? നല്ല ടീമിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ അതൊക്കെ വലിയ കുട്ടികൾക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള നമുക്കൊരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ഈ കളി പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ ഇതിൽ പങ്കെടുക്കുക. എല്ലാവർക്കും ഇന്നിവിടെ എത്തിയിട്ടുള്ളവർക്കും അത് കൂടാതെ ഇനി 128 പേരും ഉണ്ടെന്ന് പറയുന്നു. എല്ലാ രീതിയിലും ക്യാമ്പിൽ വരുന്ന എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള ആശംസകൾ നേരുന്നു. നിങ്ങൾ ഭാവിയിൽ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിട്ട് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ക്യാമ്പ് ഡയറക്ടറും JBV സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റുമായ PB സത്യൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ആൻഡോ തൊറയൻ, ഷാഫി കല്ലുംകടവ്, പ്രദീപ്, അഞ്ജന പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. കേച്ചേരി തലക്കോട്ടുകര അമ്പലത്തിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. അമ്പലപ്പുറം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ 52 വയസ്സുള്ള മകൻ മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ മറ്റ് 5 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ ചേലക്കര കൊണ്ടാഴി സ്വദേശി 45 വയസ്സുള്ള പ്രവീൺ, യാത്രക്കാരായ 55 വയസ്സുള്ള തങ്കം, 11 വയസ്സുള്ള അനയ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്കൂട്ടർ യാത്രിക വേലൂർ സ്വദേശി 33 വയസ്സുള്ള വന്ദനയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട CNG ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ചാവക്കാട് മണത്തല സ്വദേശി 39 വയസ്സുള്ള അഷ്കറിനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ 7:35ഓടെ കേച്ചേരി കുറാഞ്ചേരി റോഡിലായിരുന്നു അപകടം നടന്നത്. കേച്ചേരി ഭാഗത്തു നിന്നും വന്നിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് എതിരെ വന്ന CNG ഓട്ടോയിലും സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ പാഞ്ഞെത്തിയ ഓട്ടോറിക്ഷ ബൈക്ക് യാത്രികന് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദിനെ ഉടൻ തന്നെ കേച്ചേരി ആക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു. ചന്ദ്രാപിന്നി മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് 5 മാസം പിന്നിടുന്നു. എടത്തുരുത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തുടർ നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി അധികൃതർ.
നിരവധി തവണ പരാതി ഉയർന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നിസ്സംഗ സമീപനമാണ് ചന്ദ്രാപിന്നി മേഖലയിൽ തുടരുന്നത്. എടത്തിരുത്തി 10-ാം വാർഡ് നേതാജി റോഡ് പരിസരത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം പിന്നിട്ടു. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയോരത്ത് 200 mm വിതരണ പൈപ്പ് പൊട്ടിയതാണ് ഈ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് പറയുന്നത്. 5 മാസം മുൻപ് പൊട്ടിയ പൈപ്പിന്റെ തകരാർ 2 തവണ കരാറുകാരെത്തി പരിഹരിച്ചിരുന്നു. എന്നാൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. ഇതോടെ പ്രദേശത്തെ 60ഓളം വീടുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. കുടിവെള്ളം ലഭിക്കാതായതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നുമാണ് പ്രദേശവാസികൾക്ക് കുടിവെള്ളം ശേഖരിക്കുന്നത്. 5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണ്. 5-5.5 മാസത്തോളം ഇവിടെ വെള്ളം ഇല്ലാണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ വോട്ടെടുപ്പായിട്ട് എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങളതുകൊണ്ട് ഇവിടുന്ന് കുറേ വീട്ടുകാർ വോട്ടും ചെയ്തിട്ടില്ല. പ്രാവശ്യം വോട്ടൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിഷുവിൻ്റെ മുന്നായിട്ടെങ്കിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് നോക്കുക. പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ദേശീയപാതയോരത്ത് കുളം കണക്കെ കുഴിച്ചെടുത്ത കുഴി ഇപ്പോൾ അപകട ഭീഷണിയിലുമായി. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പൊട്ടിയ പൈപ്പിലൂടെ കാനയിലൂടെ പാഴായി പോകുന്നത്. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പോലും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചെങ്കിലും പരിഗണിച്ചില്ലെന്ന് വാർഡ് മെമ്പർ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു. എത്രയും വേഗം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ താപനില ഉയരുന്നു. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിന് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആണ് വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. മനുഷ്യർക്ക് തുല്യമായി മൃഗങ്ങൾക്കും അമിത ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും കാരണമാകാം. 24 മണിക്കൂറും കുടിക്കാൻ ശുദ്ധജലം ഉറപ്പാക്കാനാണ് മുൻകരുതൽ നടപടിയായി പറയുന്നത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ കന്നുകാലികളെ പണിക്കായി ഉപയോഗിക്കുന്നതും തുറന്ന സ്ഥലങ്ങളിൽ മേയാൻ വിടുന്നതും ഒഴിവാക്കണം. എളുപ്പം ദഹിക്കുന്ന നാരുകൾ കൂടുതലുള്ള തീറ്റ വസ്തുക്കൾ നൽകാനും അധികൃതർ നിർദ്ദേശിക്കുന്നു. അപകട സൂചനകൾ കണ്ടാൽ സമീപത്തെ വെറ്ററിനറി ഡോക്ടറുടെ സേവനം തേടണം. കൂടുതൽ നിർദ്ദേശങ്ങൾക്ക് പറവട്ടാനി വെറ്ററിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിന്റെ 0487 2440 232 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VM ഹാരിസ്, ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം എന്നിവർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ്. മണ്ഡലം തിരിച്ചുള്ള കണക്കിൽ കൂടുതൽ പോളിംഗ് നടന്നത് കൊല്ലൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് വിജയകരമാക്കാൻ സഹായിച്ചവർക്ക് നന്ദിയുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കൂട്ടായ പ്രവർത്തനമാണ് ഉയർന്ന പോളിംഗ് ശതമാനത്തിന് കാരണമെന്നും ജില്ലാ കളക്ടർ. ഇരിങ്ങാലക്കുടയിൽ BJPയുടെ പ്രാദേശിക നേതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ കേസിലെ പ്രതി അറസ്റ്റിൽ. നടവരമ്പ് ഡോക്ടർപടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ സലോഷാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.